നമസ്കാരം, ഹാരിസാണ് ചാനൽ RBയിൽ നിന്ന്. നമ്മുടെ കാസർഗോഡ് എന്ന പേരിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഒരു മുഖാമുഖ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. കാസർഗോട്ടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലുള്ള ആളുകളുമായി സംവദിക്കുന്ന പരിപാടിയാണിത്. ഇതിൻ്റെ ഭാഗമായാണ് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരുമായി ജില്ലാ കളക്ടർ നേരിട്ട് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. ഇത് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. കാസർഗോഡിനെ സ്നേഹിക്കുന്ന, കാസർഗോട്ടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പരിപാടി പൂർണ്ണമായും കാണണം. മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ കേട്ടു. ഒരുപാട് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വന്നത്. അതൊക്കെയും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ജില്ലാ കളക്ടറെ ബോധിപ്പിക്കേണ്ട കടമ നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഈ പരിപാടിയുടെ പ്രസക്ത ഭാഗം നമുക്ക് കാണാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം നിങ്ങളോട് സംസാരിക്കാനാണ്. ഇതൊരു പത്രസമ്മേളനമോ പ്രസ് കോൺഫറൻസോ അങ്ങനെ ഇല്ല. ഇത് നിങ്ങളോടൊപ്പം സംസാരിക്കണം. പലപ്പോഴും കംപ്ലൈൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, കളക്ടർ ആക്സസ് അല്ലല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഒരു സജഷൻസ് നമ്മുടെ കാസർഗോഡ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം കേൾക്കണമാണ് ഞാനിവിടെ എത്തിച്ചത്. അപ്പോൾ ചാർജ് എടുത്ത ശേഷം ഞാൻ ആദ്യം കണ്ടത് ഒരു അപേക്ഷയുമായിട്ട് കളക്ടറേറ്റിൽ എത്തുമ്പോൾ കളക്ടറേറ്റ് തപാൽ സെക്ഷനിൽ കളക്ടർ നേരിട്ട് കൊടുക്കുന്നുണ്ട്, പല ആവശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എഴുതി കൺസേൺ ഓഫീസർക്ക് എഴുതുന്നുണ്ട്. അത് കളക്ടറേറ്റിൽ ഒരു സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. സെക്ഷനിലേക്ക് പോയ അപേക്ഷകൾ അത് ഒരു ഫയലാക്കണം. പിന്നെ അവിടെ നിന്ന് ഒരു കത്ത് ടൈപ്പ് ചെയ്ത് ഈ കംപ്ലൈൻറ്റ് കൂടി അറ്റാച്ച് ചെയ്ത് ഏത് ഓഫീസിലേക്കാണ് വിടേണ്ടത്. അങ്ങനെയാണ് പ്രവർത്തി നടന്നു വരുന്നത്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്ക് ഈ ഫയൽ നമ്പർ കിട്ടണം. പിന്നെ കളക്ടറേറ്റ് വിളിക്കണം. ഫയൽ നമ്പർ കിട്ടിയ ശേഷം അത് ഫോളോ അപ്പ് ചെയ്യണം. ഏത് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടോ അവിടെ ഒരു ഫയൽ ഉണ്ടാവും, അതിൻ്റെ ഒരു നമ്പർ വേണം, അത് ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ ചെയ്തത് ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റിൽ ഒരു ഇതുണ്ടാക്കി എൻ്റെ കയ്യിൽ, അതായത് മെയ് 19-ാം തീയതി താഴെടുത്ത ശേഷം എൻ്റെ കയ്യിൽ ആളുകൾ കൊടുത്ത അപേക്ഷകൾ, അവരുടെ ഫോൺ നമ്പർ, എന്താണ് ഇഷ്യൂ, ഉടനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൽ കംപ്ലൈൻറ്റ്സ് എനിക്ക് എൻ്റെ കയ്യിൽ ഒരാൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മറുപടിയെങ്കിലും അവർ കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി അതിൽ എൻട്രി ചെയ്ത് ഫോളോ അപ്പ് ചെയ്തായിരുന്നു. പിന്നീട് DC കണക്ട് എന്ന ഒരു പദ്ധതി. DC കണക്ട് എന്ന് പറഞ്ഞാൽ കളക്ടറേറ്റിലേക്ക് എത്തുന്ന ഒരാൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അത് ഡിജിറ്റൈസ് ചെയ്യണം. അത് ഡിജിറ്റൈസ് ചെയ്ത് കൺസേൺഡ്, അതായത് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ ഓഫീസുകളും പറഞ്ഞാൽ എല്ലാ ഓഫീസുകളും നമ്മൾ അതിൽ മാപ്പ് ചെയ്ത് അവരെല്ലാവർക്കും ഒരു നോഡൽ ഓഫീസർ, ഒരു ലോഗിൻ ID കൊടുത്ത് അവരെ അതിൽ നോഡൽ ഓഫീസറാക്കി അവർക്ക് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിന് ഒരു സെക്രട്ടറിക്ക് അയക്കേണ്ട പരാതി നമ്മളത് ഡിജിറ്റൈസ് ചെയ്ത് കളക്ടറേറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെക്രട്ടറിക്ക് നമുക്ക് കളക്ടറുടെ നിർദ്ദേശം ഉൾപ്പെടെ എഴുതി അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് ഡൗൺലോഡ് ചെയ്ത് അവരുടെ ഫയലാക്കി മറുപടി കൊടുത്ത് ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം, ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു. അത് ആളുകൾക്ക് വളരെ ഗുണമാണ്. ഇപ്പോൾ ഇന്ന് കളക്ടറേറ്റിൽ ഒരാൾ വന്ന് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് നമുക്കൊരു അക്നോളജ്മെന്റ് ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഷീറ്റിൽ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഒരു ID ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് എവിടെയാണ് ഇത് പെൻഡിങ്, എത്ര ദിവസം പെൻഡിങ്ങിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓഫീസിലേക്ക് നമ്മൾ ഒരു കംപ്ലൈൻറ്റ് അയച്ചു കൊടുത്താൽ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് എത്ര ദിവസത്തിനകം അത് അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം, എവിടെയാണ് പെൻഡിങ് ഉണ്ട് എന്ന് നോക്കാം. അതെനിക്ക് ഇതായിരുന്നു. കാരണം വളരെ സാധാരണ ഒരാൾ ഇവിടെ വന്ന് ഒരു പരാതി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് വേറെ ഒരു പരാതികളാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ കൊടുത്ത ആളുടെ പരാതി നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് ഉണ്ടായത്. നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഈ ഡിജിറ്റൽ കാസർഗോഡ് എന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാസർഗോഡ് എത്തിയ ശേഷം ഞാൻ അതിന് മുൻപ് IG രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഡിജിറ്റൽ ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പോൾ കാസർഗോഡ് എത്തിയ ശേഷം എനിക്ക് തോന്നിയത് ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുള്ള റെക്കോർഡ്സ് അത് എല്ലാം ഒരു ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നമുക്കൊരു 6 മാസം കൊണ്ട് തന്നെ തീർന്നു. ഇപ്പോൾ കാസർഗോഡിൽ ഒരു സർട്ടിഫൈഡ് കോപ്പി ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ മതി. ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ അവർക്ക് അവരുടെ മെയിൽ ID അവർ അപേക്ഷ കൊടുത്ത ID തന്നെ
ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തു. അപ്പോൾ ഈ ഡിജിറ്റൽ കാസർഗോഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡിജിറ്റൽ കാസർഗോഡ് എന്ന നിലയ്ക്ക് ഈ എല്ലാം ഒരു ഡിജിറ്റൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ആധാരങ്ങൾ ഓൺലൈൻ സർട്ടിഫൈഡ് കോപ്പി കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡിജിറ്റൽ എന്ന നിലയിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ ഡിജിറ്റൽ സർവേയും നല്ല രീതിയിൽ ഒരു പ്രയോഗിക്കുകയാണ്. പിന്നെ അടുത്ത് ഞാൻ ചാർജ് എടുത്തപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ എൻഡോസൾഫാൻ വിക്ടിംസ് ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കുട്ടി ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒരു കുട്ടി ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര അറിയാം. എനിക്ക് ഇത് ഒരു വർഷത്തിൽ ഒറ്റപ്പെട്ട ഫാമിലിയിലുള്ള കേസ് പോലും എനിക്കറിയാം. അത്രയും നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്, അവരോട് അടുപ്പിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ എത്ര വിഷമം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, ഇവർക്ക് നമ്മൾ എന്താ പറയുക, ഒരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അവർക്ക് ഒരു സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്യണം. ഇത് ഈ ആളുകൾക്ക് മാത്രമല്ല, അവരുടെ ഒരു ഫാമിലി ആയിട്ട്, അതായത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടി ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരാൾ അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉടനെ സർവേ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ സർവേ തുടങ്ങി. അതിൽ 15,000 ആളുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 15,000 ആളുകൾ ഹൗസ് ടു ഹൗസ് സർവേ ആണ് നടത്തിയത്. അംഗൻവാടി വർക്കേഴ്സ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് നമ്മൾ നടത്തിയത്. അതിൽ 15,000 ആളുകളെയും അവരുടെ ആവശ്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ NCRC-കളിലും ബഡ്സ് സ്കൂളുകളിലും നമ്മൾ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വലിയ രീതിയിൽ നമ്മൾ പോയിട്ടില്ല, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഇന്റർവെൻഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിച്ച് വരികയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഞാൻ ഒരു എംപവർ കാസർഗോഡ് റൈസിംഗ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സംരംഭകർ വന്ന് പറഞ്ഞത്, ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കാം, ഏതെങ്കിലും പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളിലോ ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷേ അതിന് പുറകിൽ അവർ പോകുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു സംവിധാനമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് തന്നെ അറിയാം, കളക്ടറേറ്റ് വന്നാൽ ഇപ്പോൾ എൻ്റെ ഷെഡ്യൂൾ ഫിക്സഡ് ആണ്. ഞാൻ രാവിലെ തൊട്ട് 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 5-6 മണി വരയ്ക്കും എൻ്റെ ഷെഡ്യൂൾ ഫിക്സഡ് ആണ്. അതിനുശേഷം ഫയൽ വർക്ക് നോക്കണം, ഫാമിലി നോക്കണം, ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംരംഭകനോ ഇല്ലെങ്കിൽ ഒരാളോ ഒരു ഐഡിയ ആയിട്ട് കാസർഗോഡ് കളക്ടർ സംസാരിക്കണം പറഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഈ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അത് ഐഡിയ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു വേദി, ഇത് ഉണ്ടാവും, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ശ്രദ്ധയിലാണ് നമുക്ക് തോന്നിയ ഒരു ഐഡിയ. നമുക്കൊരു മെയിൽ ID കൊടുക്കാം. അതിൽ അവരുടെ ആശയങ്ങൾ ഇഷ്യൂസ് എല്ലാം അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് തിരഞ്ഞെടുത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം ലാസ്റ്റ് തേഴ്സ്ഡേ നമുക്ക് ഒരു ഹാഫ് ഡേ നമുക്ക് കൊടുക്കാം. ഒരു ഹാഫ് ഡേ മുഴുവനും കളക്ടർ വേറെ ഒരു പരിപാടി ഒന്നും വെക്കില്ല. അവർക്ക് ഒരു സമയം കൊടുക്കാം. അവർ വന്ന് അവർക്ക് ഫുള്ളായിട്ട് അവർ ഡിസ്കസ് ചെയ്യട്ടെ. അവർക്ക് എന്തൊക്കെ ആശയങ്ങളുണ്ട്, അത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ, അറ്റ്ലീസ്റ്റ് നമുക്ക് അത് വന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. എല്ലാം നമ്മൾ നടപ്പിലാക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് മീറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. അതിനുള്ള ഫോളോ അപ്പ് വർക്കുകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കാസർഗോഡ് കുറിച്ച് പറയാനുള്ളത്. ഇവിടെ വളരെ എന്താ പറയുക, ഒരു വർഷം കഴിയുമ്പോൾ എല്ലാവരും നിങ്ങളെല്ലാം കൂടുതൽ ഇങ്ങനെ മുഖം കണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അറിയാം, ഇപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ പരിചയപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കാസർഗോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകൾക്ക് അതില്ല എന്നാണ് പറയാൻ പറ്റും. കാരണം നമുക്ക് മാംഗ്ലൂർ പോർട്ട് അടുത്താണ്, കണ്ണൂർ എയർപോർട്ട് അടുത്താണ്, മാംഗ്ലൂർ എയർപോർട്ട് അടുത്താണ്. വളരെ നല്ല രീതിയിൽ ഒരു ഹൈവേ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്, വർക്കുകൾ നടക്കുന്നത് അത് നടക്കും. പക്ഷേ ഹൈവേ വരുന്നുണ്ട്. ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. അതുപോലെ ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റി വേറെ ഏത് ജില്ലയിലും ഇല്ലാതെ രീതി നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി, ഗവൺമെൻറ് ലാൻഡ് ആയാലും പ്രൈവറ്റ് ലാൻഡ് ആയാലും ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ്. പിന്നെ നമ്മുടെ വർക്ക് ഫോഴ്സ്, ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ഇവിടെ നിന്ന് ജോലിക്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇവിടെ നിന്ന് ഒരു ആസ്പിറേഷൻ ഉള്ള ആളുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവരെല്ലാം മംഗലാപുരം വേറെ എവിടെയെങ്കിലാണ് പോയി ജോലി ചെയ്യുന്നത്. ഇവിടെ ഉള്ള ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ലേബർ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ പറഞ്ഞാൽ കാസർഗോഡിലുള്ള ആളുകൾ മോസ്റ്റ്ലി എല്ലാം പുറത്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രവാസികൾ പുറത്താണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം
ഇൻവെസ്റ്റ്മെന്റ് നല്ല ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള ഒരു ആളുകളാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോക്കനട്ട് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അരിക്കനട്ട് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രി നോക്കാൻ വന്ന് കൊറിയയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ കാസർഗോഡ് പോലുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടില്ല. ബിക്കോസ് അത്രയും റബ്ബർ പ്ലാന്റേഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് മാത്രമല്ല, തൊട്ടടുത്ത് സുല്യ എന്ന സ്ഥലത്തിലും ഒരുപാട് റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ട്. ഈ റാ മെറ്റീരിയൽസ് നല്ല രീതിയിൽ കിട്ടും, നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, എയർപോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഹൈവേ വരാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല കൺവിൻസ് ആയി. അപ്പോൾ ഈ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. വന്ദേ ഭാരത് നമുക്ക് എറണാകുളത്ത് നിന്ന് 4.25 മണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും, തിരുവനന്തപുരത്ത് നിന്ന് 7-8 മണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ടൂറിസം മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചാർജ് എടുത്ത ശേഷം കണ്ണൂർ ബീച്ചിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ പുസടിക്കുമ്പയിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് നടക്കുകയാണ്. അഴിത്തലയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ വീരമളക്കുണ്ട്, അതുപോലെ മാവിലക്കടപ്പുറം, മാടക്കാൽ, ഇവിടെ എല്ലാത്തിലും നല്ല ഒരു ഇത് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു പൊട്ടൻഷ്യലാണ്. കാസർഗോഡ് സംബന്ധിച്ചാലും എനിക്ക് ഒരു എമർജിങ് ബഡിങ് ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചോളം ഞാൻ ചാർജ് എടുത്ത് എല്ലാ ദിവസവും ഞാൻ പത്രം രാവിലെ വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അത് ഉടനെ തന്നെ ഞാൻ ഒരു ഫോട്ടോ എടുക്കും. എൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ കൺസേൺ ആളുകൾക്ക് അയച്ചു കൊടുക്കും. അതിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നാണ്. ചിലപ്പോൾ എല്ലാ ഇഷ്യൂ എടുക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ചില കേസിൽ എനിക്ക് തോന്നും ഇത് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടതാണ്. അത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു നല്ല ഒരു കോപ്പറേഷൻ, നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു കോപ്പറേഷനാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡിൽ ഈ വരുന്ന സ്റ്റാഫ് മോസ്റ്റ്ലി ഒരു 6 മാസമോ ഇല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ ഇവിടുന്ന് ട്രാൻസ്ഫർ ആകുകയാണ്. അതൊരു നമുക്കൊരു വലിയ ചാലഞ്ചാണ്. ഇപ്പം ഞാൻ ഈ പാഠശേഖരങ്ങളിലെല്ലാം ഞാൻ ഒരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിൽ ഒരു നല്ല ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. പക്ഷേ അയാളിപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. പിന്നെ അടുത്ത് വരുന്ന ആൾ അതേ രീതിയിൽ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുപോലുള്ള ചാലഞ്ചസ് ഇവിടെ വളരെ കൂടുതലായിട്ടുണ്ട്. കളക്ടറേറ്റ് സംബന്ധിച്ചാലും അതുപോലെ തന്നെയാണ്. വരുന്ന സ്റ്റാഫ് പെട്ടെന്ന് പോവുകയാണ്. പിന്നീട് അവർ കാര്യങ്ങൾ പഠിച്ച് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഭയങ്കര ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല ഒരു സപ്പോർട്ട് നമുക്ക് ജനങ്ങളിൽ നിന്ന്, നല്ല ഒരു സപ്പോർട്ട് ജനപ്രതിനിധികൾ എല്ലാവരും നല്ല രീതിയിൽ ഒരു സപ്പോർട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു ലോഗോ നമ്മളിവിടെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രദർശിപ്പിക്കാൻ നമുക്ക് നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ വൈസ് പ്രസിഡന്റിനെയും ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഇതൊക്കെ നമുക്ക് കേട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. താങ്ക് യു. ഇവിടെ ഇപ്പം വന്നതിൽ ഇപ്പോൾ പല കുറേ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പലതും സാങ്കേതിക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തന രീതിയിൽ ആക്ഷൻ എടുക്കേണ്ടല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിപ്പം ഈ ടൂറിസത്തെ കുറിച്ച് എന്ന് പറഞ്ഞു, എനിക്കൊന്ന് കാസർഗോഡിനെ കുറച്ചുകൂടി നടപ്പാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കിപ്പം വയനാട് പോകാൻ തോന്നാറുണ്ട്. വെക്കേഷനിലൊക്കെ വയനാട് പോകണം, അല്ലെങ്കിൽ ഇടുക്കി പോകണം. അങ്ങനെ ഇപ്പോൾ ഇത്ര കാലമായിട്ടും കാസർഗോഡ് പോകണം. ഇപ്പോൾ പല സുഹൃത്തുക്കളും പുറത്തേക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർ ഞാൻ ഓണം വെക്കേഷൻ കാസർഗോഡ് തരട്ടെ, എന്താണ് തീർച്ചയായിട്ടും ബേക്കൽക്കോട്ടയുണ്ട്. ആദ്യത്തെ പ്രിഫറൻസ് അതാണ്. ബേക്കൽക്കോട്ട അറിയാം, കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് കളക്ട് ചെയ്തിട്ട് ഇപ്പം അനന്തപുരം വരാം, അത് കഴിഞ്ഞ് റാണിപുരം വരാം. ഓക്കെ, അത് വന്നിട്ട് ഒരു ബജറ്റ് ഹോട്ടൽ എവിടെ താമസിക്കും, അപ്പോൾ നമുക്ക് കാസർഗോഡ് സെർച്ച് ചെയ്യാം. ഇത് ഈ ഒരു പ്രശ്നം വയനാടോ മറ്റേ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. നമുക്കിപ്പം കാസർഗോഡേക്ക് വരണമെന്ന് തോന്നിയാൽ ആ വന്ന ഡൊമസ്റ്റിക് യാത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. മറ്റേ വലിയ ഇതൊക്കെ നടക്കുന്നുണ്ട്, താജ്മഹലൊക്കെ അനുസരിച്ച് വലിയ ടൂറിസം ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് നമ്മളെ അകത്തുള്ള യാത്രക്കാർക്ക് ആ രീതിയിൽ കാസർഗോഡിനെ കണ്ട വരുന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് ഇനിയും പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതായത് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ കുറച്ച് ഒരു വിദേശത്ത് നിന്ന് വന്ന കുറച്ച് സായിപ്പന്മാരുടെ വന്നിരുന്നു. അവർ ഇത് ഓയിലൊക്കെ നോക്കിയിട്ട് നമ്മളെ ഓഫീസർ സായിൻ്റെ ലോഡ്ജിലാണ് അവർ താമസിക്കുന്നത്.
അത് ഞാൻ കണക്ട് ചെയ്തില്ല. അങ്ങനെ ബാക്കിയുള്ളവരും കിട്ടുമായിരിക്കും. പക്ഷെ അത് ഒരു മെയിൻ ഡൊമൈനിലേക്ക് വന്നു, കാസർഗോഡേക്ക് വന്ന് പെട്ടെന്ന് വീട് താമസിക്കുക. താജിൽ ചെറിയൊരു ഹോട്ടലുണ്ട്, ബജറ്റ് ഹോട്ടൽ, അവിടെ താമസിച്ച് അത് കഴിഞ്ഞ് നമുക്ക് അനന്തപുരം പോകും, അവിടെ താമസിച്ച് അത് കഴിഞ്ഞ് റാണിപുരം പോയി അവിടെ താമസിച്ച് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു 1-2 ദിവസം കാസർഗോഡ് ലോക്കലായിട്ട് നിൽക്കേണ്ട ഒരു സൗകര്യം, അതൊരു സൈറ്റ് തന്നെ തുടങ്ങിയിട്ട് അങ്ങനെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഷാഫിയാണ്. നമ്മളിപ്പോൾ ഒരു നാടിൻ്റെ വികസനം, അടിസ്ഥാനപരമായിട്ടുള്ള വികസനം പറയുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ടുള്ള വികസനം കൂടിയാണ് ഏത് നാടിൻ്റെയും ഉയർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള ഘടകമായിട്ടുണ്ടാവുക. കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ആഭിമുഖ്യത്തിലുള്ള സാംസ്കാരിക ചടങ്ങുകൾ വളരെ കുറവാണ് പണ്ട് കാലത്തിൽ. അതിനിടയിലാണ് കാസർഗോഡ് ക്രിയാറ്റിക് സൊസൈറ്റി എന്നൊരു സംഘടന നിലവിൽ വന്നത് 5 വർഷം മുമ്പ്. ആ സംഘടന കാസർഗോഡ് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കേണ്ടായി. പിന്നീട് ഇപ്പോൾ അത് നിലച്ച ഒരു രീതിയിലാണ് ഉള്ളത്. അത് പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ അത് കാസർഗോഡ് വീണ്ടും ഒരു സാംസ്കാരിക ഉണർവിന് ഉതകുന്ന തരത്തിലേക്ക് വളരുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന് സ്പോർട്സ്. നമ്മൾ കായികപരമായിട്ട് സ്വയം പ്രയത്നത്തിലൂടെയാണ് കാസർഗോഡ് ഒരുപാട് പ്രതിഭകൾ വിവിധ സ്പോർട്സ് രംഗങ്ങളുടെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്കൊന്നും സർക്കാർ ഏജൻസികളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് സത്യമാണ്. എങ്കിലും ഒരുപാട് നമ്മളെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഒരുപാട് വിങ്ങുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വർഷത്തിലൊരിക്കൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിലോ മറ്റൊതുങ്ങിയാണ്. കായിക താരങ്ങളെ വളർന്നു വരുന്ന കായിക താരങ്ങളെ തക്കതായിട്ടുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവണമെന്ന് അറിയിക്കുന്നു. DTPC കൂടി പങ്കാളിയായതുകൊണ്ട് ടൂറിസം അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് തോന്നും. ഇത് കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അധികം പോളിഷ് ചെയ്ത് പറയും ഇവിടെ ലാൻഡ് ഉണ്ട് എന്നാണ്. ഇവിടെ ലാൻഡ് ഉണ്ടെങ്കിലും ലാൻഡ് കൊണ്ട് ഈ ജില്ലക്കാർക്ക് ഡെവലപ്മെൻറ്റ് ഉപകാരപ്പെടില്ല. പക്ഷെ ജില്ലക്കത് പ്രത്യേകിച്ചിട്ട് ഉപകാരപ്പെടുന്നു തോന്നില്ല ജില്ലയിലെ ആൾക്കാർ. ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. വിനോദമായപ്പോൾ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു ബേക്കൽ ടൂറിസം പദ്ധതി. യഥാർത്ഥത്തിൽ ആ പദ്ധതി 25 വർഷത്തിനിടയിൽ ആ പദ്ധതി എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കാവുന്നതാണ്. കാരണം ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ സ്റ്റേ ചെയ്യുന്നയാളെയാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ബേക്കലിൽ വരുന്നത് പള്ളിക്കര, അജാനൂര്, അതുപോലെ പുല്ലൂർ പെരിയ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളാണ്. അവർ ടൂറിസ്റ്റുകളല്ല. കോവളത്തെ ടൂറിസ്റ്റുകളെയും ഇവിടെയും താരംചാൽ ഒരു 2% പേരിൽ മാത്രമേ ഉണ്ടാവും ബേക്കലിൽ വരുന്നത്. ഒന്ന് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ ഒരു കടലിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ എക്സ്പീരിയൻഷ്യൽ ടൂറിസം അതാണ് ബേക്കലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം ഒരിക്കലും നടന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ താമസിക്കാൻ അവിടെ കേന്ദ്രമന്ത്രി വന്നിട്ട് താമസിച്ചിട്ടുണ്ടാവും, സംസ്ഥാനത്തിലെ ധനകാര്യമന്ത്രിമാരും വന്നിട്ട് താമസിച്ചിട്ടുണ്ടാവും. സാധാരണക്കാരനെ ഈ പറഞ്ഞ പോലെ അതിനൊരു പദ്ധതി ഇട്ടിരുന്നു നേരത്തെ. അവിടെ ഹോം സ്റ്റേ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ. പക്ഷെ അതൊന്നും ഇപ്പോൾ പ്രാവർത്തികമല്ല. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് എയർ സ്ട്രിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ എയർ സ്ട്രിപ്പിൻ്റെ പദ്ധതി എന്താണ് എന്നുള്ളത് ഇപ്പോഴും അത് നിശ്ചയമില്ല. ചിലപ്പോൾ അത് എൻ്റെ കലക്ടർക്ക് ചുമതലയുണ്ടാവും, ചിലപ്പോൾ പുതിയ MD വരും, അല്ലെങ്കിൽ അതെന്താണ് എന്ന് പറയാം. ആ പ്രൊജക്റ്റിനെ ഉഡാൻ പദ്ധതിയിൽ ആ പ്രൊജക്റ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബേക്കലിന് പിന്നെ ഒരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം മറ്റൊന്നിലൊക്കെ പറഞ്ഞാൽ ഈ നഗരം കേരളത്തിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നഗരം ഏതാണ്ട് 6 മണിക്കോ 7 മണിക്കോ ഉറങ്ങുന്ന ഒരു നഗരമാണ്. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആ റീസൺ ഞാനിവിടെ പറയുന്നില്ല. ഇന്ന് ആ റീസണിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വലിയ ആ രീതിയിൽ സാംസ്കാരികമായും ജനങ്ങളുടെ മാനസികമായും സൗഹാർദ്ദപരവുമായി അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ ടാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് പുറമെ 8 മണിക്ക് കാസർഗോഡ് എത്തുന്ന ഒരാൾക്ക്, മംഗലാപുരത്ത് എത്തുന്ന ഒരാൾക്ക് കാഞ്ഞങ്ങാട്ടേക്ക് പോകാൻ വാഹനങ്ങളില്ല, ബസ് സർവീസ് ഇല്ല. എയർപോർട്ട് ബസ് നിർത്തലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ ഒരു നേരത്തെ അന്ധകാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു നഗരമാണ്. അതിൽ മാറ്റം ഉണ്ടാകണം. അതിൽ ഈ സർവീസ് ഓറിയന്റഡ് മെന്റാലിറ്റി ജില്ലാ ഭരണകൂടത്തിനുണ്ടായാൽ മാത്രമേ അതിലൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ.
പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ട്രെയിൻ സർവീസിൻ്റെ കാര്യമാണ്. ട്രെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് കഴിഞ്ഞാൽ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ടേക്ക് ട്രെയിൻ വരുന്നത് 12:30 ശേഷമാണ്. അതേ സമയത്ത് കണ്ണൂർ 2 ട്രെയിൻ ആ സമയത്ത് വന്നു നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നവർക്ക് എക്സിക്യൂട്ടീവും ജനശതാബ്ദിയും അതിങ്ങോട്ട് മാറ്റും. നമ്മളിത് എല്ലാ കാലവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അതിന് ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ ശ്രമം ഒരുപക്ഷെ കളക്ടർ സ്ഥാനത്ത് ജനപ്രതിനിധികൾ കൂടി 1-2 പേരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായി ഈ കളക്ടർക്ക് തന്നെ ധൈര്യത്തോടു കൂടി അത് കുറച്ചും കൂടി അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. കാര്യങ്ങൾ കൂടുതലുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഏതായാലും ഇതിൽ ഫോക്കസ് ചെയ്ത് തൽക്കാലം നിർത്തുകയാണ്. റഹ്മാൻ ഭീഷണത്തിൻ്റെ എയർ സ്ട്രിപ്പിൻ്റെ കാര്യം തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ, വിദേശ ടൂറിസ്റ്റുകൾക്കടക്കം വരാൻ നമുക്ക് എയർ സ്ട്രിപ്പ് അനിവാര്യമാണ്. 10-12 വർഷമായി അതിൻ്റെ പദ്ധതി തുടങ്ങിയിട്ട് അത് തുടങ്ങിയെടുത്ത് തന്നെയാണ്. ഇതിന് സ്ഥലമൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഫണ്ടിങ്ങും അനുവദിച്ചിട്ടുണ്ട്. ബാക്കി പ്രവൃത്തി ഒന്നും നടന്നിട്ടില്ല. പിന്നൊന്ന് നെഗറ്റീവ് ആണെന്നറിയില്ല എങ്കിലും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാലങ്ങളിൽ ആ ചെളിവെള്ളം വീഴുന്നത് യാത്രക്കാരുടെ ദേഹത്താണ്. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. കവോച്ചാലുകൊള്ള പൈപ്പ് കൊടുക്കുക. പിന്നെ ബസ് വേകളില്ല, ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇല്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജാണെങ്കിൽ ഇന്നും OP തന്നെയാണ്. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടത്. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമാണ് ഏറ്റവും ഇതിനെ ബാധിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇപ്പോൾ കലക്ടർ തന്നെ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥാപനമായിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. 2 മണി വരെയുള്ള OP മാത്രമാണ്. പിന്നെ ടൂറിസം വികസന രംഗത്ത് ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, കലക്ടർ പരിഗണിക്കാം. മുളിയാർ പഞ്ചായത്തിലെ ആലനടുക്ക എന്നൊരു സ്ഥലമുണ്ട്. മയിലുകൾ, മറ്റ് മൃഗങ്ങൾ, സൂര്യ ഉദയം അസ്തമനം അവിടെ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പിന്നെ നമ്മുടെ പരപ്പ ഫോറസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു ടൂറിസം കേന്ദ്രമാണ്. അതിനും കൂടി നടപടി ഉണ്ടാവണം. പിന്നെ രാത്രികാല ബസ് സർവീസ്, ഞങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായേക്കുള്ളൂ. ഓക്കെ. ഞാൻ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫാണ്. ഞാൻ ആദ്യമായിട്ട് കളക്ടർ ശ്രീ ഇമ്പശേഖറിനെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൂരിലും അതുപോലെ കാസർഗോഡും മറ്റു പല ജില്ലകളിലും ജോലി ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ്. ഒരിടത്തും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നില്ല. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ജില്ലയാണ് കാസർഗോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ സംബന്ധിച്ച്, അതായത് വ്യവസായം അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. അത് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള എക്സ്പെർട്ടുകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട്, ഇപ്പോൾ നമ്മൾക്ക് കേന്ദ്ര സർവകലാശാലയുണ്ട്, LBS എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ ഏതൊക്കെ മേഖലകൾ എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് അത് പിന്നീടുള്ള വികസനത്തിനും അത് വളരെയധികം സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പിന്നെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അതായത് നമ്മളിപ്പം ജനുവരി 26 നമ്മൾ മാലിന്യരഹിത ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നമ്മുടെ ഹരിത കേരള മിഷന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പം നമ്മുടെ കാസർഗോഡിനെ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് കേരളത്തിലെ ക്ലീനസ്റ്റ് സിറ്റി എന്നുള്ള പേരിനാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജില്ലാ ഭരണകൂടവും അതുപോലെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ആ നഗരത്തെ കേരളത്തിലെ ക്ലീനസ്റ്റ് സിറ്റിയാക്കി മാറ്റിയത്. നമ്മൾക്ക് ഈ ജനുവരി 26 ഈ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ കാസർഗോഡിനെ അതായത് കേരളത്തിലെ 2ാമത്തെ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും നടക്കും. കാരണം എല്ലാവരെയും ബോധവൽക്കരിക്കുകയാണെങ്കിൽ. അപ്പം അതൊന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് മറ്റേ ബേക്കലിന്റെ കാര്യം പറഞ്ഞു, അത് എയർ സ്ട്രിപ്പ് ഉണ്ട് അതിന്റെ. പിന്നെ ഈ ടൂറിസത്തിന്റെ ഒരു കാര്യം, ഇപ്പൊ നമ്മളെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളുടെ ടൂറിസ്റ്റുകളെ മിക്കവാറും പേരും ദക്ഷിണ കേരളത്തിൽ വന്നിട്ട് മടങ്ങി പോവുക. കൂടി വന്നാൽ തൃശ്ശൂർ വരെ വരും. അതിനപ്പുറത്തേക്ക് വടക്കൻ മലബാറിലേക്ക് ഒരിക്കലും വരാറില്ല.
അതായത് ഈ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അല്ലാതെ ആളുകൾ സന്ദർശകർ വരുന്നുണ്ട്, പക്ഷേ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ തീവണ്ടി യാത്രയുടെ കാര്യം പറഞ്ഞു, അത് ഇനി പറയുന്ന ആവർത്തിക്കുന്നില്ല. പിന്നെ അതുപോലെ കോവളം ബേക്കൽ ജലപാത, അത് നമ്മുടെ ജില്ലയിലാണ് അതിൻ്റെ അവസാന ഭാഗം, അതായത് അതിൻ്റെ മികച്ച അതായത് ജലപാതയുടെ ഏറ്റവും അവസാനത്തെ ഭാഗവും ഏറ്റവും മികച്ച ഭാഗങ്ങളിൽ ഒന്നുമാണ്. അപ്പോൾ അതിപ്പോഴും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. അത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസത്തിനും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനും സാധിക്കും. അപ്പം അത് ഒന്ന് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോളത്തുനിന്ന്. പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടെ ഇവിടെ പക്ഷേ ഇപ്പം പുതിയതായിട്ടൊന്നും പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതൊന്ന് ഊർജിതപ്പെടുത്തി കുറച്ചുണ്ട് അതല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും വെക്കറ്റ് ചെയ്ത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നന്നാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കുറെ മീൻപിടുത്ത തുറമുഖങ്ങളുണ്ട്. മഞ്ചേശ്വരമുണ്ട്, കാസർഗോഡുണ്ട്, പിന്നെ ചെറുവത്തൂരുണ്ട്. ഇവിടുന്ന് ധാരാളം മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടന്നയിലാണെങ്കിൽ കല്ലുമ്മക്കായുടെ ഒരു പ്രധാന ഉൽപാദന കേന്ദ്രമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കാസർഗോഡ് നല്ലൊരു ഈ സീ ഫുഡ് സംസ്കരണശാലകളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. എല്ലാം ഇവിടുന്ന് കയറി പോവുകയാണ്. ചെറിയ പൈസയ്ക്ക് അവർ വാങ്ങിച്ചു കൊണ്ടുപോയി അതിനെ സംസ്കരിച്ച് പുറത്തേക്ക് അയച്ച് ലാഭം ഉണ്ടാക്കും, ഇവിടെ തന്നെ വീട്ടിൽ ലാഭം ഉണ്ടാക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരു സീ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ് നമ്മുടെ കാസർഗോഡിന് സാധ്യതയുള്ളതാണ്. അത് നമ്മൾ ആലോചിക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയൊക്കെ ഇഷ്ടംപോലെ സ്കീമുകളും അതിന് വേണ്ടിയിട്ടുണ്ട്. അതായത് അതിന്റെ ഫണ്ടിങ്ങിന്റെ നല്ലൊരു ശതമാനം സബ്സിഡി ആയിട്ടും അല്ലാതെയും അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു എന്റർപ്രണറെ കണ്ടുപിടിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കതിന് മുൻകൈ എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കാസർഗോഡ് നമ്മുടെ സർക്കാർ ഓഫീസുകൾ ചിതറിക്കിടക്കുകയാണ്. നമ്മുടെ സിവിൽ സ്റ്റേഷൻ ആണെങ്കിൽ ഇന്ന് ദൂരെ വിദ്യാനഗറില്, പിന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് അത് വേറൊരു വശത്ത്, പിന്നെ പൊതുമരാമത്ത് ഓഫീസുകളെല്ലാം അങ്ങ് പുലിക്കുന്നില്, അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. പിന്നെ മുനിസിപ്പാലിറ്റി വേറൊരു സ്ഥലത്ത്. ഈ ആളുകൾക്ക് പല ജില്ലകളിലും ഇതെല്ലാം ഒന്നിച്ചാണ് ഉണ്ടാവുക. അതൊരു നമ്മളുടെ ഇവിടെ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലായിടത്തും അവർക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ ഈ എല്ലാ ഓഫീസുകളിലേക്കും എത്തിപ്പെടാൻ പറ്റും. ഇവിടെ നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ജില്ലാ കളക്ടറേറ്റിൽ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുകയാവും. പലർക്കും അതൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ബസ് നോക്കി നിൽക്കണം. അപ്പോൾ ഇതിന് നമുക്കൊരു സർക്കുലർ സർവീസ് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ KSRTCയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ലോക്കൽ അതായത് സിറ്റി സർവീസ് ബസ്സുകളോ ഒരു സർക്കുലർ സർവീസ് ഇങ്ങനെ ഈ ഓഫീസുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് സർവീസ് തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും നഗരത്തിലുള്ള യാത്രക്കാർക്കും അതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്കും അത് ഒരു നമ്പർ കൊടുക്കുകയോ ഒരു പേര് കൊടുക്കുകയോ ഒരു പ്രത്യേക കളർ കൊടുക്കുകയോ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. നന്നായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കേന്ദ്ര സർവകലാശാലയിൽ വരുന്നൊരു മെഡിക്കൽ കോളേജ്, അതായത് നമ്മൾക്ക് ഇപ്പം എയിംസ് ഒന്നും കാസർഗോഡിന് കിട്ടാനുള്ള സാധ്യത വിദൂരമാണ്. സാധ്യത വളരെ കുറവാണ്. പക്ഷേ കേന്ദ്ര സർവകലാശാലയോട് ചേർന്നുള്ള ഒരു മെഡിക്കൽ കോളേജ് അത് നമുക്ക് സാധ്യതയുണ്ട്. അതിനുള്ള സ്ഥലവും അവിടെയുണ്ട്. അതൊന്ന് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളുടെ ഒത്തുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാം. നമ്മുടെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷേ അതിനെ കഴിഞ്ഞൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു മെഡിക്കൽ കോളേജായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കേന്ദ്ര മെഡിക്കൽ കോളേജായി വരാൻ സാധ്യതയുള്ളതാണത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഉരുൾപൊട്ടൽ മേഖലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിരന്തരം പോവുകയും ഇത്രയും ഫീൽഡിൽ ചെലവഴിക്കുന്ന കളക്ടർമാർ വളരെ കുറവാണ്. അതും ഞാൻ ഈ സാന്ദർഭികമായിട്ട് പറയട്ടെ. കാരണം ബാക്കിയുള്ളവർ മിക്കവാറും ഓഫീസിൽ തന്നെ ആയിരിക്കും മിക്ക സമയം ഉണ്ടാവുക. പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോകും. പക്ഷേ ഫീൽഡിൽ ഇത്രയധികം സമയം ചെലവഴിക്കുന്നവർ കുറവാണ്. അപ്പം ഈ നമ്മുടെ ആദിവാസി മേഖലയിൽ അല്ലെങ്കിൽ പട്ടികവർഗ മേഖലകളിൽ അവർ പലരും വളരെ അപകട സാധ്യതയുള്ള സ്ഥലത്താണ് ഇപ്പോഴും താമസിക്കുന്നത്. അവിടെ നമ്മൾ ഓരോ തവണയും മഴക്കാലത്ത് അവരെ മാറ്റി പാർപ്പിക്കും, അവരെ ക്യാമ്പുകളിൽ കൊണ്ടുപോകും, പിന്നെ തിരിച്ചവിടെ കൊണ്ടുപോയി വിടും. അതിന് പകരം നമുക്ക് അവരെ സ്ഥിരമായിട്ട് പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കാൻ ഒരു സംവിധാനം അത് ഒന്ന് ആലോചിക്കേണ്ടതാണ്. അത് നല്ലതായിരിക്കും നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡിന്റെ തനത് ഉൽപ്പന്നങ്ങളുണ്ട് കുറെ. കാസർഗോഡ് സാരിയുണ്ട്, പിന്നെ നമ്മുടെ ഡ്രം ഫ്രൈഡ് കാഷ്യൂനട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് അത് പ്രോത്സാഹിപ്പിക്കുകയും അപ്പൊ അതിന് ജിയോ ടാഗിങ്ങിന്റെ ഒക്കെ ഇത് നടക്കുന്നുണ്ട്. അല്ല, ജിയോ ടാഗിങ് അല്ല, മറ്റേ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷന്റെ അതായത് ഭൗമസൂചക അംഗീകാരം കാസർഗോഡ് സാരിക്ക് കിട്ടി. മറ്റേ നമ്മുടെ കശുവണ്ടിക്ക് സാധ്യതയുണ്ട്. അതുപോലെ കേരള ബ്രാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും നടപടികൾ എടുക്കുന്നുണ്ട്. ഈ ഡ്രം ഡ്രൈഡ് കാഷ്യൂ, അതായത് അതൊരു പ്രത്യേകതരം നമ്മൾ ചുട്ടെടുക്കുന്ന
കശുവണ്ടി. അത് സാധാരണ വേറെ ഒന്നുമില്ല, എല്ലായിടത്തും മറ്റേ മെക്കാനിക്സ്ഡ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ സഹകരണ ബാങ്കുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഈ സഹകരണ ബാങ്കുകൾ മിക്കവാറും ഈ വായ്പാ വിതരണം അല്ലെങ്കിൽ തിരിച്ചെടുക്കൽ ആ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന മറ്റു പല ജില്ലകളിലും ഈ സഹകരണ ബാങ്കുകൾ, ഇപ്പോൾ നമ്മളെ കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു, ഈ കാർഷികോൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി അവർക്ക് തന്നെ അവരുടെ ഔട്ട്ലെറ്റ് വഴി വിൽക്കാം, അതുപോലെ തന്നെ പുറത്തേക്കും വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സഹകരണ ബാങ്കുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. കാരണം അവർക്ക് ഫണ്ടുണ്ട്, അവർക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അതുവഴി അവർക്ക് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് മറ്റ് പല ജില്ലകളിലെയും ചില സഹകരണ ബാങ്കുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അവർ ഇവിടെ ഇന്ത്യയിൽ തന്നെ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തേക്കും കയറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾ ഈ മേഖലയിൽ അവരെ ഒന്ന് പ്രചോദിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്രയാണ് തൽക്കാലത്തേക്കുള്ള നിർദ്ദേശങ്ങൾ. പിന്നീടുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സൊക്കെ കാസർഗോഡാണ്. ഞാൻ ഒരു ചെറിയ കൈക്കുഞ്ഞായപ്പോൾ മുതൽ കാസർഗോഡുള്ള ആളാണ്. പക്ഷേ സ്കൂളിൽ മാത്രമേ കാസർഗോഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മുതൽ കാസർഗോഡ് അറിയുന്ന ഒരാളാണ്. എൻ്റെ പാരൻസ് 50 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞാൽ മാലിന്യ പ്രശ്നമാണ് പ്രധാനമായിട്ടും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാസർഗോഡ് ജോലി ചെയ്യുന്നത്. അധികം എൻ്റെ ജനസം കൂടുതൽ കയറും ഗൾഫിലായിരുന്നു, ഗൾഫ് നാടുകളിലായിരുന്നു. പിന്നെ കോഴിക്കോട് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ, എറണാകുളത്ത് കുറച്ച് ജോലി ചെയ്തിട്ടുള്ളൂ. ഞാനിവിടെ എത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടത് ഈ മംഗൽപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ, അതായത് എന്താ പറയുക, നമ്മൾ റോഡിൽ സൈഡിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന രീതിയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ എത്രയോ വാർത്ത കൊടുത്തു, എന്നിട്ടും ഒന്നും ഒരു മാറ്റമില്ല. അവസാനം അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിച്ചു പറഞ്ഞു, എന്നിട്ടും മാറ്റമില്ല. അവസാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട അവസ്ഥ വരെ വന്നു. എന്നിട്ട് പോലും അത് മാറിയിട്ടില്ല. പക്ഷെ പിന്നീട് ഈ റോഡ് പണിയൊക്കെ നടന്നതിന് ശേഷം കുറെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, റോഡ് പണി നടക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മണ്ണിനടിയിലേക്ക് മൂടുന്നു. പിന്നെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പല സ്ഥലത്തും, അതായത് നമ്മൾ പൊതുജനങ്ങൾ കുറ്റം പറയുകയും ഈ എന്താ പറയുക പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ ഇത്തരത്തിൽ അതിനൊരു നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് വളരെ വലിയ കുറ്റം ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ശക്തമായ നടപടി അതിലുണ്ടാണ്. പ്രത്യേകിച്ച് മന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും ഞാൻ പല സ്ഥലത്ത് സഞ്ചരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാലിന്യം ഇങ്ങനെ നമ്മൾ ആളുകൾ കൊണ്ടിടുന്നൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് വളരെ പരസ്യമായിട്ട് ഒരു നഗരത്തിൽ തന്നെ ഇങ്ങനെ കുന്നുപോലെ കിടക്കുന്നൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനൊരു കൃത്യമായിട്ടൊരു മാനദണ്ഡം ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയാൻ വെച്ച് പല കാര്യങ്ങളോട് പലരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും നമ്മൾ യാത്ര നോക്കുകയാണ്, ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോഴും ഒരു മീറ്റർ സംവിധാനമില്ല. അവർ തോന്നിയ പോലെയാണ്. ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. കാസർഗോഡ് ഈ പുതിയ സ്റ്റാൻഡിൽ നിന്ന് അവിടെ എത്തുമ്പോൾ 70 രൂപയാണ് അവർ വാങ്ങുന്നതുകൊണ്ട് അവരെ സംസാരം കേട്ടിട്ട് അവർ ഈ നാട്ടുകാരല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തൊട്ടടുത്ത ഓട്ടോക്കാർ പറയുന്നു 50 രൂപ വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ 40 രൂപ വാങ്ങാറുള്ളൂ. പക്ഷേ ഇവർ 70 രൂപയാണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ ആ ഒരു സംവിധാനം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് മീറ്റർ ചാർജിലായി ഇപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നമ്മൾ ബ്യൂട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കന്നുകാലികൾ കാസർഗോഡ് ചെറുപ്പം മുതലേ അതുണ്ട്. നിലവിൽ ധാരാളം കന്നുകാലികൾ ഇറങ്ങി നിർത്തുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. പലപ്പോഴും പല വീടുകളും തുറന്നു വിടുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം കോഴിക്കോട് മുനിസിപ്പാലിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഏത് വീട്ടിൽ ഈ കന്നുകാലിയൊക്കെ പിടിച്ചൊരു സ്ഥലത്ത് കെട്ടും, എന്നിട്ട് ആരാണോ ഇതിന്റെ ഉടമസ്ഥർ അവർക്ക് ഫൈൻ നൽകും. ഈ ഫൈൻ നൽകാൻ ആരും തയ്യാറായിട്ടില്ല എങ്കിൽ ഇതിനെല്ലാം ലേലം ചെയ്ത് വിൽക്കുന്ന സംവിധാനം ഉണ്ടാകും. അത്തരത്തിലൊരു സംവിധാനം നടപ്പിലാക്കിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൃത്തിയായി കിട്ടും, നഗരം വൃത്തിയായി കിട്ടും. കാരണം എല്ലാ തരത്തിലും ചാണകങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരും. ഈ കന്നുകാലികൾ അലിഞ്ഞു തിരിയുന്നത് മാറുന്നതാണ്. ചെറിയ കാര്യങ്ങൾ മാത്രം. എൻ്റെ പേര് ഷഫീഖ് നസറുള്ള, മീഡിയ 1 ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ്. കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പങ്കുവച്ചു. നമ്മുടെ കാസർഗോഡ് അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് സേവനം കിട്ടുന്ന പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ. അപ്പോൾ വില്ലേജ് ഓഫീസുകളിൽ നമ്മൾ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൗതുകം തോന്നിയൊരു സംഭവമുണ്ട്. കളക്ടറുടെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നത് ഇപ്പോഴുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് വില്ലേജുകളുള്ളത്. ഇച്ചിരങ്കോട് 5 വില്ലേജുകൾക്കാണ് ഒരു ഓഫീസ്. 5 വില്ലേജുകളുടെ കാര്യങ്ങൾ പറയാൻ ഒരു വില്ലേജ് ഓഫീസർ, അയാൾക്ക് 5 ബുക്ക്, ഏത് വില്ലേജിൽ നിന്നാണ് വരിക എന്ന് പറഞ്ഞാൽ ആ ബുക്ക് എടുത്തിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. അതല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സുനാമി വന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ആ തീരദേശത്തുള്ള ആളുകൾക്ക് സുനാമി പോലുള്ള അപകടങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാൻ ഒരു യന്ത്രം സ്ഥാപിച്ചു. ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോൾ സുനാമിയുടെ മുന്നറിയിപ്പാണ് അന്ന് മനസ്സിലാക്കണം. തീരദേശ വില്ലേജുകൾക്കാണ് അത് കൊടുത്തത്. അങ്ങനെ എല്ലാ തീരദേശ വില്ലേജുകളിലും അത് സ്ഥാപിച്ചു.
എത്രത്തോളം പ്രവർത്തിപ്പിച്ചു എന്നത് കാര്യമല്ല. നമ്മൾ ഷിറിയ എന്ന് പറയുന്ന തീരദേശ വില്ലേജ് ഉൾപ്പെടുന്നത് ഈ ഇച്ചിലങ്കോട് വില്ലേജിലാണ്. ഷിറിയയിൽ സർക്കാരിൻ്റെ കണക്കിൽ ഷിറിയയിലും സുനാമി മുന്നറിയിപ്പ് യന്ത്രം വേണം. അതുകൊണ്ടുപോയി സ്ഥാപിച്ചത് ഇച്ചിലങ്കോട് വില്ലേജിലാണ്. ഇച്ചിലങ്കോട് വില്ലേജിൽ നിന്ന് ബെല്ലടിച്ചാൽ ഒരു കാലത്തും ഷിറിയയിലുള്ള തീരദേശവാസികൾ അത് കേൾക്കില്ല. സർക്കാരിൻ്റെ ഒരു നടപടി എന്ന ഒരു കാര്യത്തിൽ ഷിറിയ വില്ലേജ് ഓഫീസിൽ ലഭിക്കേണ്ടിയിരുന്ന ആ മുന്നറിയിപ്പ് യന്ത്രം അവർ ഇച്ചിലങ്കോട് ഗ്രൂപ്പ് വില്ലേജിൽ സ്ഥാപിച്ചതുകൊണ്ട് അത് ഇപ്പോഴും അവിടെ തുരുമ്പെടുത്തിട്ടുണ്ട്. അവിടെ സ്ഥാപിക്കേണ്ട ഒരു ഫാനല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്രൂപ്പ് വില്ലേജ് സിസ്റ്റം മാറാതെ ജനങ്ങൾക്ക് സർക്കാർ എന്താണോ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ഒരു കാലത്തും കിട്ടില്ല. അവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് വില്ലേജ് ഇപ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അത്. അപ്പോൾ അത് അടിസ്ഥാനപരമായി മാറണം. പണ്ടേതോ കാലത്ത് ജനവാസമില്ലാതിരുന്ന, ജനസംഖ്യ കുറഞ്ഞിരുന്ന, ദൂര സ്ഥലങ്ങളിൽ മാത്രം വീടുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റം. അത് ഇന്ന് ഈ പറയപ്പെട്ട ഇച്ചിലങ്കോടും ഷിറിയയിലും ഒക്കെ ധാരാളം വീടുകൾ വന്നു, ആളുകൾ താമസിക്കാൻ തുടങ്ങി. അത് അടിസ്ഥാനപരമായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസുകൾ വളരെ പ്രധാനപ്പെട്ട, അവർക്ക് അവിടെ നിന്ന് സേവനം കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്നറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബേസിക്കായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വർഷം മുമ്പ് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ വന്നു. പാലക്കാട് നിന്നാണ് വന്നത്. അതിന് തൊട്ടുമുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് പാലക്കാടാണ്. അപ്പോൾ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇവിടെ നമുക്ക് പോയിരിക്കാൻ പറ്റിയ പാർക്ക് അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പം ഞാനും എൻ്റെ നാട്ടിലേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ജോലി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ജോലി ആരംഭിച്ചതല്ലോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റിയ പാർക്ക് എവിടെയാണ്? സത്യത്തിൽ അങ്ങനെ ഒന്ന് കാസർഗോഡ് നഗരത്തിലില്ല. ഒരു നാട് വികസിക്കുന്നതിൻ്റെ ഭാഗമായി ആ നാട് സജീവമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ആ നാടും അതിൻ്റെ ഗ്രാമങ്ങളുമെല്ലാം തന്നെ അതിൻ്റെ ജീവിതത്തിൽ അത് ജനങ്ങളുടെ ഒരു ജീവിത ചെറിയിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റ് വികസനവുമായി ബന്ധപ്പെട്ട് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു. കാസർഗോഡ് നഗരം നേരത്തെ വിവേട്ടം പറഞ്ഞതുപോലെ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം കളക്ടർ ഒന്ന് നഗരത്തിൽ ഇറങ്ങി നോക്കണം. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് 6 മണിക്ക് ശേഷം ഉറങ്ങിപ്പോകുന്ന ഒരു നഗരമായി മാറിയതാണ്. അത് ആ സാഹചര്യങ്ങൾ മാറി വരുന്നു, പൂർണ്ണതോതിലല്ലെങ്കിലും. ഏറ്റവും ആദ്യം ഈ വലിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് മുമ്പായി ചെയ്യേണ്ടത് കാസർഗോഡ് നഗരത്തിന് ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ 2017 കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പോയി 2022 സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരത്തിലെത്തി. അതുവരെ ഞാൻ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിരിക്കുന്നതാണ്. കോഴിക്കോട് 10 മണി വരെയായിരുന്നു ബീച്ചിൻ്റെ ഒരു സമയം. 5 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഞാൻ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും ഫാമിലി വരുന്ന രീതിയിലേക്ക് കോഴിക്കോട് ബീച്ച് മാറി. അതായത് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു ടൂറിസം സാധ്യതയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, അങ്ങനെ പാർക്കുകൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ സജീവമാകുമ്പോൾ ആ നാട്ടിലേക്ക് സ്വാഭാവികമായും അതിൻ്റെ ആ നാടിൻ്റെ ഒരു പേര്, അതിൻ്റെ ഒരു മുഖം പുറത്തേക്ക് കൂടുതൽ തെളിഞ്ഞു വരികയാണ്. അപ്പം ആ രീതിയിൽ കാസർഗോഡ് നഗരത്തെ നമുക്ക് എന്ന് മാറ്റാൻ കഴിയുമെന്നത് DTPC ജില്ലാ ഭരണകൂടം ഉൾപ്പെട്ട് ഒന്ന് പ്ലാൻ ചെയ്യണമെന്നാണ് ഒരു റിക്വസ്റ്റായി പറയാനുള്ളത്. കാരണം വേണമെങ്കിൽ ഒരു നൈറ്റ് വാക്ക് അല്ലെങ്കിൽ അത്തരം പരിപാടികളൊക്കെ ചെറിയ ബേസിക്കായ കാര്യങ്ങളിൽ തുടങ്ങി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഇവന്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കാസർഗോഡിനെ കുറിച്ചുള്ള മറ്റൊരു ദുഷ്പേര് പറയാം. കാസർഗോഡ് ഒരു വലിയ ഇവന്റും നടക്കില്ല എന്നൊരു ദുഷ്പേരുണ്ട്. ഏതാണ്ട് 10-12 വർഷം മുമ്പാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു മ്യൂസിക് നൈറ്റ് നടന്നത്. അതിനുശേഷം കാസർഗോഡ് നഗരത്തിൽ അത്രയും വലിയൊരു പരിപാടി നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ നടക്കാത്ത ഒരു നശിച്ച നഗരം എന്നൊരു പേര് കൂടി കാസർഗോഡിനുണ്ട്. കൾച്ചർ പ്രോഗ്രാമുകളില്ല. കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നാടകം, സംഗീതം, ഗസലുകൾ, അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്. മാപ്പിളപ്പാട്ടിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട കവികളുടെയൊക്കെ ഒരു നഗരമാണ് കാസർഗോഡ്. പക്ഷെ അതിൻ്റെ സാംസ്കാരിക തലത്തിൽ പോലും നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥ. ഏറ്റവും വലിയ ബീച്ചാക്കാൻ മാറ്റാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് നഗരത്തിന് മാറിയിട്ടുണ്ട്, നെല്ലിക്കുന്ന്. ഒറ്റ നോട്ടത്തിൽ
നീണ്ടു കിടക്കുന്ന ഇത്രയും മനോഹരമായ ബീച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കണ്ട പരിമിതമായ ഇത് വെച്ചിട്ട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരേപോലെ നീണ്ടു കിടക്കുന്ന ബീച്ചാണ്. നമ്മുടെ ഈ സാമൂഹ്യ സാഹചര്യം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ ബീച്ചൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത്രയും മനോഹരമായ തീരമുള്ള ഒരു കാസർഗോഡിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇരിക്കാൻ പാർക്കുകളില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി ഒരു നിഗൂഢമായ ഒരു നഗരം പോലെ ഇത് ഉറങ്ങുന്നു. അപ്പോൾ ഏറ്റവും ബേസിക്കായി ഇത്തരം കാര്യങ്ങളിലാണ് ജില്ലാ ഭരണകൂടവും DTPCയും ഇടപെടേണ്ടത് എന്ന് തോന്നുന്നു. പിന്നെ ഫൈസൽക്ക് പറഞ്ഞൊരു കാര്യം, ഫൈസൽക്ക് പറഞ്ഞ കാര്യത്തിൽ മാലിന്യ സംസ്കരണത്തിൽ 2ാം തവണയാണ് മന്ത്രി വന്നിട്ട് ഇടപെടുന്നു, സംസാരിക്കുന്നു. പോരാത്തതിന് 2 പഞ്ചായത്തുകൾക്ക് സർക്കാർ പിഴ ഈടാക്കുന്നു, 5000 രൂപ വെച്ച് പിഴ ഈടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം സാഹചര്യം ഒരു ജില്ലയ്ക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാലിന്യ സംസ്കരണം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് എന്ന നിലയിലേക്ക് തന്നെ ആളുകളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു. ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകൾ വീടുകളിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നോക്കാം, നമ്മളിപ്പോൾ ഒരു കവർ പാല് വാങ്ങിച്ചാൽ അത് കളയുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ അമ്മമാര് പറയുന്നത് അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് മാറ്റി വെക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കൾച്ചർ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മംഗൽപാടി പഞ്ചായത്തിൽ പോയി നോക്കൂ, അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവര് പറയുന്നത് ഇപ്പോഴും ആ ഫൈൻ ഈടാക്കിയതിനു ശേഷം അവിടെ മാറിയിട്ടില്ല. അതൊരു പക്ഷേ കലക്ടർ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സർക്കാർ തലത്തിൽ ഇടപെടുന്നതിന് സർക്കാർ നേരിട്ട് അത്തരം മന്ത്രി ഇടപെടുന്നതിന് പകരം കലക്ടർ ഇടപെട്ടാൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നം കാസർഗോഡ് നഗരവുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞത് വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ നിന്ന് നമുക്ക് കോഴിക്കോടേക്ക് ഏത് രാത്രി പോയാലും ബസ്സുണ്ട്, കോഴിക്കോടും തിരിച്ചുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരേ ഒരു നഗരം. രാത്രി ഞാൻ ചില സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലേക്ക് പോകുമ്പോൾ ബസ്സില്ല. രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ബസ്സില്ല. KSRTC ബസ് പോലും സർവീസ് നടത്താത്ത ഒരു ഇരുണ്ട പ്രദേശമായിട്ടാണ് കാസർഗോഡ് നിൽക്കുന്നത്. അതിന് മാറ്റം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ജനശതാബ്ദി പോലുള്ള ട്രെയിനുകൾ കണ്ണൂരിൽ ഒന്ന് അവസാനിക്കുകയാണ്. ജനശതാബ്ദി പോലുള്ള ട്രെയിനുകൾ കണ്ണൂരിൽ ഒന്ന് അവസാനിക്കുന്നത് പോലെയാണ് എൻ്റെ കുറെ സുഹൃത്തുക്കളും തിരുവനന്തപുരത്തോട്ടുള്ള എൻ്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവരും പറയുന്നത് ഞാൻ കണ്ണൂർ വരെ വന്നിട്ടുണ്ട്, കാസർഗോഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ജനശതാബ്ദി പോലെയുള്ള എൻ്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരെല്ലാവരും പറഞ്ഞെങ്ങനെയാ. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കൂടി സിബി എന്ന് പറയുന്ന എൻ്റെ കൊച്ചിയിലൊരു സുഹൃത്ത് പറഞ്ഞു, ഫാമിലി ആയിട്ട് കാസർഗോഡ് വന്നാൽ എന്തെങ്കിലും കാണാനുണ്ടോ? അവർക്കറിയില്ല. അപ്പം ഈ ജനശതാബ്ദി ആവാതെ അവർ നേരെ കാസർഗോഡേക്ക് വരാൻ തോന്നുന്ന രീതിയിൽ നേരത്തെ വിനോദത്തിനൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും ബേസിക്കായി ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആവട്ടെ നമ്മുടെ വികസനത്തിന്റെ ഒരു തുടക്കം. താഴെ നിന്ന് തുടങ്ങാം. മറ്റ് വ്യവസായ വികസനಕ್ಕೆ സ്ഥലം, ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ നയപരമായി തീരുമാനമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഭരണതലത്തിൽ നടക്കേണ്ടതാണ്. അതും അതിന്റെ മുറക്ക് നടക്കട്ടെ. ഏതായാലും ഇത്തരം ബേസിക്കായ കാര്യങ്ങളിൽ കലക്ടർ ഒരു നൈറ്റ് രാത്രി ഒന്ന് സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ DTPC ഉൾപ്പെടെ ചെയ്യണമെന്നാണ് റിക്വസ്റ്റായി പറയാനുള്ളത്. അവസാനിപ്പിക്കുന്നു. എനിക്ക് പ്രധാനമായിട്ട് ഞാൻ ഫ്രീലാൻസാണ്. എനിക്ക് ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ആരും എനിക്ക് പറഞ്ഞായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ജില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി എത്നിക് ട്രൈബൽസ് ഒക്കെ ഉള്ള ഒരു പക്ഷേ നമ്മുടെ MLA കൂടെ പറയും ഒരു മിനി ഇന്ത്യ ആണ് കാസർഗോഡ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ വേണ്ട രീതിയിൽ ആ ഒരു സംഭവം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇപ്പം നമ്മളെക്കാളും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞിട്ടുള്ള ഒരുപാട് ജില്ലകളിൽ സസ്റ്റൈനബിൾ ടൂറിസം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ രീതിയിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ആളുകളെയും നമുക്കുള്ള അത്ര പാരമ്പര്യമില്ലാത്ത ജില്ലകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതിന് വലിയ വലിയ പ്രോജക്റ്റുകൾ പിറകിൽ പോകുന്നതിന് പകരം ചെറിയ ടൂറിസം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റും. അതുമാതിരി ഫണ്ടിനും നമുക്ക് അങ്ങനെ വലിയൊരു ദൗർലഭ്യം വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊന്നും നമുക്ക് പറയാം. താങ്ക് യു സർ. ഞാൻ 2 കാര്യം ആദ്യം സൂചിപ്പിക്കാം, പിന്നെ പൊതുവായിട്ടുള്ള കാര്യം പറയാം. ഒന്ന്, നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് നമ്മുടെ നഗരസഭ ചെയ്യേണ്ടതാണ്.
പുതിയ ബസ് സ്റ്റാൻഡ് ഏജൻസി ഏൽപ്പിച്ചിട്ട് കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ പോയി 140-ലധികം കടകൾ ഒരു ഫ്ലോറിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ടോയ്ലറ്റ് സംവിധാനമുണ്ട്. അതിനകത്ത് പൂർണ്ണമായിട്ടും വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് അടഞ്ഞു കിടക്കണം, വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കണം. അപ്പം അത് നവീകരിക്കാനോ ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനോ ഉപയോഗപ്പെടുത്തണം. അത് ടോയ്ലറ്റ് അവർക്ക് ആക്കാൻ നിവർത്തി ഇല്ലെങ്കിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്ന കേസാണ്, അവർ ചെയ്യുന്നില്ല. ഒന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മുടെ ശുചിത്വ മിഷൻ ഉണ്ട്, ഇവരും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽ അത് കൊടുത്തതാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കെട്ടിടം കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് കെട്ടിവെച്ചത് എന്നുള്ളത് അവർക്കും അറിയുന്നില്ല, സംഭവങ്ങളറിയില്ല. പൊതുജനത്തിൻ്റെ പണമാണ്, അത് സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്താം. എങ്ങനെ വെച്ചാൽ സ്ത്രീകൾ വന്നാൽ അവർക്ക് വിശ്രമിക്കാനും അമ്മമാർക്ക് മുലയൂട്ടാനും അവർക്ക് ടോയ്ലറ്റിൽ പോകാനും പറ്റും. ഇപ്പോൾ ഉള്ള ടോയ്ലറ്റ് സംവിധാനം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെയധികം ദുർഗന്ധം വഹിക്കുന്ന രീതിയിലാണ്. രാത്രിയാകുമ്പോൾ നമുക്കിപ്പോൾ തെളിവില്ല, പക്ഷെ രാത്രിയാകുമ്പോൾ ചാരായം പോലും അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് കാര്യങ്ങളൊക്കെ സമീപത്തൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവസ്ഥ അതാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ചെങ്ങള ഗ്രാമപഞ്ചായത്തിൽ, അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ചെയ്ത പദ്ധതി, നമ്മുടെ ജില്ലാ കളക്ടർ സജിത് ബാർ സാർ ഉള്ള സമയത്ത് ചെയ്തതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പണാർക്കുളം സാറിന് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, സാർ പോയില്ല എന്നുള്ളതാണ്. അവർ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ പണാർക്കുളവും ആ ഒരു ടൂറിസത്തിൻ്റെ സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞത് അതിന് വലിയൊരു റെസ്റ്റോറൻറ്റ് അവിടെ നടക്കില്ല സാർ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, റെസ്റ്റോറൻറ്റ് നടക്കില്ല. ആ റെസ്റ്റോറൻറ്റ് സ്പേസ് ഞാൻ പറഞ്ഞൊരു TV വെച്ചുകൊണ്ട് എല്ലാ പത്രങ്ങളും വരുന്ന രീതിയിൽ കുറച്ച് ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പോൾ ആടെയുള്ള നാട്ടുകാർക്ക് വന്നാൽ ഒരു വായനാ കേന്ദ്രം, ഒരു മുറി ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും. സൈഡിൽ കുടുംബശ്രീന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ചായൻ്റെ കൗണ്ടർ മാത്രം, അത് വലിയ വാടക വാങ്ങിയിട്ടല്ല, ഒരു മാസത്തിൽ 1000 രൂപയായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ ഓപ്പൺ ചെയ്ത് വിടുക, കാടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുളമൊക്കെ നവീകരിച്ച്. പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി വന്നതിന് ശേഷം ആ റോഡ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഡ്രൈനേജ് പോകുന്നത് ഈ പാർക്കിൻ്റെ അടിയിൽ കൂടെയാണ്. അപ്പോൾ അത് നമുക്ക് പൊളിച്ചിട്ട് ഇല്ലെങ്കിൽ വലിയൊരു ഫണ്ട് വെച്ചിട്ട് ടെൻഡർ വിളിച്ചിട്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ആഴം എടുത്താലും റോഡിൻ്റെ സൈഡിൽ പൊട്ടി പുതിയൊരു ഓവുചാൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ചെറിയ ഫണ്ടിൽ കളക്ടർ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ എന്തോന്നും സാങ്കേതിക തടസ്സങ്ങളോ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന സംഭവങ്ങളാണോ ഇല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നീക്കുന്നതിന് പകരം യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അതിന് അടുത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആ ടീച്ചറും ഹെൽപ്പറും എൻ്റെ അടുത്ത് പറഞ്ഞ് 18 വർഷമായി അവരവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അംഗനവാടി അത് ഏത് സമയത്തും നിലം പൊത്തും. കാരണം ഈ വെള്ളം വന്നിട്ട് ഇതിനകത്താണ് പൂർണ്ണമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അവർ ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ സൂചിപ്പിച്ചു. പിന്നെ അത് 2 കാര്യം ഞാൻ പറഞ്ഞതാണ് സാർ, ഇതിന് ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് ടൂറിസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. ടൂറിസത്തിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചു, നമ്മുടെ നെല്ലിക്കുന്ന് കസബ കടപ്പുറം. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പോകുന്നുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇന്നേ വരെ അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ല. ഒന്നും ചെയ്യണ്ട, അതിന് ഫണ്ട് വേണ്ട സാർ. അവിടെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ആളുകളെ അടക്കം എത്തിക്കുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അവിടെയുള്ള കാറ്റാടി മരങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചുറ്റാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നെ ടൂറിസത്തിന് നല്ലൊരു കേന്ദ്രമായി. പിന്നെ ഒരു കെട്ടിടം കെട്ടിയിട്ടുണ്ട്, ടോയ്ലറ്റ് സംവിധാനം ആക്കിയിട്ടുണ്ട്. അത് അനാശാസ കേന്ദ്രമായിട്ടാണ് മാറിയിട്ടുണ്ട്. അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞത്, എത്രയോ കോടി ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ടും നമ്മുടെ ഹാർബർ ഇന്നും ഉദ്ഘാടനം ചെയ്തില്ല. വർഷം എൻ്റെ ഒരു ഓർമ്മയാണെന്ന് ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്നും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ബോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്, സംഭവങ്ങളാക്കുന്നുണ്ട്. ഒന്നതാണ്. പിന്നെ അതിനേക്കാളും ടൂറിസത്തിന് വലിയൊരു കേന്ദ്രമാണ് നമ്മുടെ തളങ്കര താഴെ കടവ് തൊട്ട് റെയിൽവേ പാലത്തിനടിയിൽ പോയാൽ പഴയ ഒരു ഹാർബർ സെറ്റപ്പ് ഉണ്ട്. അതിപ്പോൾ ഒരു പഴയതായി ഒന്നും, പക്ഷെ അതിനെ നവീകരിച്ചിട്ട് അങ്ങനെ സംരക്ഷിച്ചാൽ പഴയ ഒരു ഹാർബറാണെന്ന നിലയിലുള്ള ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമായിരുന്നു. അതിനെ നവീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് ഈ തളങ്കര കാര്യങ്ങൾ ടൂറിസം റെയിൽവേയിലും വികസനം വരുന്നുണ്ട്. നമുക്ക് തളങ്കര ടു നമ്മുടെ കീഴൂരിലേക്ക് ഒരു പാലം അത് അനിവാര്യമാണ്. ആ പാലം ഉണ്ടെങ്കിൽ നമുക്ക് 2 നാടും ഇല്ലെങ്കിൽ ഇപ്പോൾ 12 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് കീഴൂർ നിവാസികൾ ഇല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകൾ മേൽപ്പുറം കാസർഗോഡ് വരുന്നുണ്ട്. കീഴൂർ നിവാസികൾക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്സസ് കിട്ടും. കാസർഗോഡിന് കുറച്ചും കൂടി ടൂറിസത്തിന് ആളുകളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ കീഴൂർ ഒരു ടൂറിസം ഹബ്ബാണ്. ഈ നമ്മുടെ തളങ്കര ടൂറിസം ഹബ്ബായിട്ട് മാറും.
കൊച്ചിയിലുള്ള മെറൈൻ ഡ്രൈവ് പോലുള്ള നടപ്പാത ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് തളങ്കര ആ പ്രദേശം തൊട്ട് നമ്മുടെ റെയിൽവേൻ്റെ ഇങ്ങേ അറ്റം വരെ ഞാൻ അതുവഴി വാഹനം ഓടിച്ച് ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ കാട് മൂടിക്കിടക്കാണ്, കണ്ടൽ കാടൽ, അതിന് സാറ് ഒന്ന് വണ്ടി ഓടിച്ച് പോയാൽ കണ്ടൽ കാടെല്ലാം ഉണ്ടല്ലോ, അതിൽ മാലിക് പള്ളിൻ്റെ ബാക്ക് സൈഡാണ് സാർ. അപ്പോൾ അത് നമുക്ക് വലിയ രീതിയിൽ എങ്ങനെയാണ് ഒരു ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈറ്റിങ് സംവിധാനമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇത് ഉണ്ടാക്കിയാൽ സംരക്ഷിക്കപ്പെടണം. ചേട്ടാ അതിനൊരു വാച്ചറോ കാര്യങ്ങളോ ഒരു 4-5 പേർക്ക് തൊഴിൽ കൊടുത്താൽ അവർ എല്ലാ ദിവസവും മാലിന്യം പറക്കാനും കാര്യങ്ങൾ നോക്കാനും ആരെങ്കിലും അനാശാസത്തിന് വരുന്നുണ്ടെങ്കിൽ അവരെ ഒരു നിർവഹിക്ക് നയിക്കാനൊക്കെയുള്ള ഒരു ജോലി ഒരു 2-3 പേർക്ക് കൊടുത്താൽ തന്നെ അത് നിലനിർത്താൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഒരു നെല്ലിക്കുന്നിലേക്ക് ഒരു തൂക്കുപാലം വിടാം, കസബക്കടപ്പുറത്തേക്ക് ഒരു തൂക്കുപാലം കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ ടൂറിസത്തിന് വളരെയധികം ബേക്കലിൽ നമ്മൾ ചെല്ലുന്ന എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അത്തരത്തിലൊരു ലോക്കൽ മാർക്കറ്റ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിലൊരു സംവിധാനം അവിടെ ഒരു ബേക്കൽ മാർക്കറ്റ് ഒരുക്കാനുള്ള സംവിധാനം. മാത്രമല്ല ഈ കാസർഗോഡ് നമ്മൾ മറ്റ് ജില്ലകളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പറയുന്നത് ഫാഷന്റെ ഒരു ഹബ്ബായിട്ടാണ്. ഫാഷന്റെ ഏറ്റവും പുതിയ സാധനങ്ങൾ ആദ്യം ഇറങ്ങുന്നത് കാസർഗോഡാണ്. എന്തുകൊണ്ട് നമുക്ക് ബേക്കലിൽ അതുപോലത്തെ ഒരു സാധനങ്ങൾ സെല് ചെയ്യാനുള്ള ഒരു കൗണ്ടർ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇത്തരത്തിൽ ഈവൻ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ തന്നെ കാസർഗോഡൊക്കെ വരുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി സാറ് നമ്മുടെ ആദ്യം തന്നെ കാണാനും സംവദിക്കാനും താല്പര്യം കാണിച്ചതിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മുസ്ലിം സെക്രട്ടറി നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സാറ് വ്യവസായ രംഗത്തെ ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കണ്ടൊരു വാർത്തക്കകത്ത് കണ്ടത് കാസർകോട്ടെ ഈ തട്ടുകട ഹൈജീനിക്കായ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചു ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ കാസർകോട്ടെ ടൗണിൽ നിന്ന് കുറച്ചൊക്കെ രാത്രി ലൈഫ് മിക്കവാറും ആ ഭാഗത്ത് തന്നെ പോകും. അത് ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ച വിഷയമാണ് രവിയായിട്ടൊക്കെ തുടങ്ങിയത്. കാസർഗോഡ് ടൗണിൻ്റെ നൈറ്റ് ലൈഫ് നമ്മൾ എന്തൊക്കെ വികസനം പറഞ്ഞാലും 6 മണിയായി കഴിയുമ്പോൾ അടച്ചിടുന്ന ടൗണ് എന്ന് പറഞ്ഞ് ഒരു നാട്ടിൽ എത്ര വികസനം ഉണ്ടായെന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ലാത്ത സാധനം. കാരണം എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് പഴയ ബസ് സ്റ്റാൻഡിലാണ്. ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് നേരത്തെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ 7 മണിക്കാണ് ഏറ്റവും ലാസ്റ്റ് ബസ്സിൻ്റെ നാട്ടിലേക്ക്. അത് കഴിഞ്ഞാൽ ഒരു KSRTC ബസ്സിൻ്റെ 8:45 സുള്ളിയെ പോകുന്നത്. അത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതുപോലെ തന്നെയാണ് കുണ്ടമ്പുഴ ബന്ദർക്ക് ഭാഗത്തേക്ക് പോകുന്നവർക്കും. ആദ്യം ഏത് വഴിക്ക് വന്ന് ആരിറങ്ങിയാലും 7 മണിക്ക് ശേഷം എൻ്റെ ഇതൊക്കെ എല്ലാ ദിവസവും ഒരു 3 കോളേജിൽ വരും. അവസാന ബസ് പോയോന്ന് ചോദിച്ചിട്ട് എൻ്റെ നാട്ടുകാരാണ് കണ്ണൂരോ കോഴിക്കോടൊക്കെ പോയി വരുന്നവരായിരിക്കും. അവസാന ബസ് പോയോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് മാറുന്നൊരു കാലം വന്നാൽ മാത്രമേ ഈ ടൗണിലും നൈറ്റ് ലൈഫ് മാറും. ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ട് കൂടുതൽ ആഡ് ചെയ്തൊരു വിഷയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാസർഗോഡ് ബസ് സർവീസിനുള്ള പെർമിറ്റുകൾ നിലവിലുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എല്ലാ സാധാരണ നാട്ടിൻപുറങ്ങളിലേക്കും 7 മണിക്ക് ശേഷം പെർമിറ്റ് ഉണ്ട്. പക്ഷേ ബസ്സുകൾ ഓടിക്കില്ല. അതൊരു പഴയ സാഹചര്യത്തിലാണ് നിർത്തിപ്പോയത് നമുക്കറിയാം. പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ ഏതാണ്ടെല്ലാം മാറിക്കഴിഞ്ഞു. എന്നാൽ ആ ബസ്സുകൾ ഓടിക്കാനുള്ള സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് കളക്ടർ നേതൃത്വം നടത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒരുപാട് പെർമിറ്റുകൾ ഇപ്പോഴും ഉണ്ട്. ആ പെർമിറ്റ് ഒന്നും ക്യാൻസൽ ആയില്ല. പക്ഷേ അവരാർക്കും വിട്ടുകൊടുക്കില്ല, പുതിയ ബസ് വരില്ല. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അത് മാറിയാൽ നമുക്ക് മൊത്തം ഒന്ന് മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര മാത്രമാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് തോന്നുന്നത്. ചർച്ചകൾ നടത്തി നീണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ ഒരു പ്രതികരണം ഞാനൊന്ന് പറയാം. അപ്പോൾ വളരെ ഒരു നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് നിങ്ങളുടെ വൈബ് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആസ്പിറേഷൻസ് കാസർഗോഡ് എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ആസ്പിറേഷൻസ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് വന്നത് നമ്മുടെ കാസർഗോഡിന് ഇത്രയും ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്യണമെന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ, MLA മാർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എല്ലാവരെയും നമ്മൾ ഒരു ചർച്ച നടത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും അത് നമുക്ക് മുന്നോട്ട് പോകാം. അതൊരു നല്ല ഒരു സജഷനാണ്. പിന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പുതിയ കേന്ദ്രങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്.
തെലങ്കരയിൽ നമ്മൾ പോയതാണ്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂളിയാറിൽ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞതുകൊണ്ട്, പിന്നെ ബേക്കാൾ ഇതുമായി ബന്ധപ്പെട്ട ലൈറ്റ് ആൻഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടൂറിസം സർക്യൂട്ടിന് ഒരു പദ്ധതി നമുക്ക് കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിലുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും കൂടി നമുക്ക് ഇന്നത്തെ സജഷൻസ് എല്ലാം എടുത്ത് ആ ഒരു സർക്യൂട്ട് നമുക്ക് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഡിസ്കഷനിലാണ് ഉള്ളത്. അതുകൂടി നമുക്ക് സർക്യൂട്ട് പദ്ധതി വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഒരു സജഷൻസ് വന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അതേ പരാതി തന്നെ എനിക്കുമുണ്ട്. നമുക്ക് വളരെ ഇനി മുന്നോട്ട് പോകാനുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിൽ പഞ്ചായത്തുകൾ എല്ലാം സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒക്ടോബർ 2-ാം തീയതി തൊട്ട് മാർച്ച് 30-ാം തീയതി വരേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് ഒരു പദ്ധതി ഒക്ടോബർ 2-ൽ നമുക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ നമുക്ക് നല്ല ഒരു പ്രവർത്തനം ഒക്ടോബർ 2 തൊട്ട് തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ നല്ല ഇടപെടലുകൾ നമുക്ക് ഉണ്ടാവാം. സുൽത്താൻ ബത്തേരി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്കറിയാം എത്ര ഒരു ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് കൂടെ വളരെ ഞങ്ങളെല്ലാം കേരളത്തിൽ കാണുന്നത് സുൽത്താൻ ബത്തേരി വെച്ചിട്ടാണ്. അപ്പോൾ അത്ര ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ കാസർഗോഡും ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് എല്ലാ ഇതും ഉണ്ട്. നമുക്ക് ഒരു ശ്രമം നടത്താൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് ഒരു ഇൻഡസ്ട്രീസ് ബന്ധപ്പെട്ട് നല്ല ഒരു ഇതുണ്ടായിരുന്നു, സജഷൻസ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രീസ് കൊണ്ടുവരാനും അതിലുള്ള ഇതെല്ലാം ചെയ്യാനുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ സജഷൻസും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞ ഒരു ഉദ്ദേശം. പിന്നെ ഇന്ന് നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഒരു 40 പേരുടെ ആൾക്കാരുടെ ഫോൺ നമ്പർ എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് വെക്കാം. ഞാൻ പലപ്പോഴും ആളുകൾ എനിക്ക് കാൾ വരുമ്പോൾ സാറിന് ഓഫീസിലുണ്ടോ, വരാമോ, അപ്പോയിൻമെന്റ് കിട്ടുമോ എന്നാണ് ഫോൺ പലപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗിൽ പലപ്പോഴും അങ്ങനെ കാൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ എന്നാലും ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇത്രയും, അതായത് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇത്രയും കാലമായിട്ട് മാധ്യമപ്രവർത്തകർ നിങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോൾ നൂക്കൻ കോർണർ ഇഷ്യൂസ് നിങ്ങൾക്കറിയാം. എന്താണ് ഇവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആർക്കും ഇത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പരമാവധി ഇതിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാം. ആദ്യം നിങ്ങളുടെ ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വളരെ ഓപ്പണായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതായിട്ടുണ്ടാവും. അത് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എന്നാലും നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് എല്ലാം റിസീവ് ചെയ്തിട്ട് ഞാൻ പരമാവധി നിങ്ങളുടെ കാൾ അറ്റൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കാം. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതിൽ ഇനിയും നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരെയും, ഇപ്പോൾ ഞാൻ ഇന്ന് വിളിച്ച ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനിയും ഒരുപാട് എൻഗേജ്മെന്റ്സ്, ഒരുപാട് ആൾക്കാരും നമ്മൾ എൻഗേജ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം എടുത്ത് നിങ്ങളെല്ലാം ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാം വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയും ഇതുകൊണ്ട് തുടർന്ന് ഈ പ്രവർത്തനം നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവർക്കും, നമ്മളെല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിച്ച് പിരിയാം. ഓക്കെ, ലിജോ ഒന്ന് നന്ദി പറയാം ഫോർമലായി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ഇമ്പശേഖർ സർ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ മധു സർ, അതുപോലെ പ്രസ് ക്ലബിലെ എല്ലാ ബഹുമാനപ്പെട്ട ജനങ്ങളെ, ഇതുപോലെ നെറ്റ്വർക്ക് സെഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞപ്പോൾ തന്നെ DTPCക്ക് അതിന് വലിയൊരു സന്തോഷമാണ്. കാരണം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാം നിർദ്ദേശങ്ങളാണ്, നിങ്ങളുടെ സജഷൻസ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് തരത്തിൽ തന്നെ സാർ ഇത് വെൽക്കം ചെയ്യുകയും ഇതിനോട് നോട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷുവറാണ് ഇതിൽ പല കാര്യങ്ങളും നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പല കാര്യങ്ങളും ഓൾറെഡി സാറിന്റെ വിഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ഡിസ്കഷൻസിലും ഇതിപ്പോ സാർ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, പലതും ഇപ്പോൾ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നല്ലൊരു സെഷൻ ആവുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ തുടർച്ചയായി ഇതുപോലെ സെഷൻസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ